അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബ്രിഞ്ചൽ ഫ്രൈ ആക്കാം. 4 വല്യുള്ളി നല്ലപോലെ കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടുക. ഉള്ളി നല്ലപോലെ വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 തക്കാളിയും കൂടി മിക്സിയിൽ അടിച്ചതാണത്. അതും ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂണ് ഇറച്ചി മസാലപ്പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച വഴുതന ഇടുക. ഇവിടെ വഴുതനങ്ങ വഴുതനി എന്നൊക്കെ കേട്ടോ നാട്ടിൽ പറയാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ ആരെങ്കിലും ഫ്രൈ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്താൽ. വഴുതനങ്ങ ഫ്രൈ ആക്കിയാൽ ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിച്ചത്. വളരെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുക. ഒരു 3 സ്പൂൺ വെള്ളം അത്രേ വേണ്ടു. എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നോട് മല്ലിപ്പൊടി ഇടാൻ മറന്നു പോയിട്ട് അതിട്ടതാണ് കേട്ടോ. ഇതും വളരെ കുറച്ച്, 1 സ്പൂണേ വേണ്ടുള്ളൂ. ഇനി നല്ലപോലെ അത് വേവിക്കാം. ഞാൻ പത്തിരി ചുടാൻ പോവാട്ടോ. അപ്പോൾ ചട്ടി തൊട്ടേരം ഭയങ്കര ചൂട്. അപ്പം അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഇത് 3 കിലോ നല്ലരിക്ക് 2 കിലോ പച്ചരി എന്ന കണക്കിൽ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്ന കേട്ടോ. മില്ലിന്ന് അതായി പത്തിരി ചുടുന്നത്. നല്ല പത്തിരി. അങ്ങനെ ചെയ്യുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കുകയും ചെയ്യാം. നാട്ടിലെ സ്പെഷ്യൽ സാധനമായി പത്തിരി. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടം ഗോതമ്പ് പത്തിരി കേട്ടോ. ഗോതമ്പ് ദോശ നല്ലോണം ഞെരിച്ച് എണ്ണയെല്ലാം ഒഴിച്ച് ചുടുന്നതാണ് ഇഷ്ടം. പത്തിരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുമ്പളം കട്ട് ചെയ്ത് വെക്കാം. മോര് വെച്ച് കറി വെക്കാനാണ് കേട്ടോ. നല്ല പുളിയുള്ള മോരാണ്. ആ ഇളവൻ കുമ്പളത്തിലേക്ക് 4 പച്ചമുളകും ഒരു വല്യുള്ളിയും ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി. തേങ്ങ ചിരകിയതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മോരും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. കുമ്പളെല്ലാം നല്ലപോലെ വെന്ത് വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പുളിയുള്ള മോരാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. ചോറ് അപ്പുറത്തുനിന്ന് വേവുന്നുണ്ട് കേട്ടോ. പുറത്ത് പോകാനുള്ളപ്പോൾ എല്ലാം ഈസി പണിയായിട്ടാണ് ചെയ്യുക. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു കുക്കിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഒരു കുക്കിംഗ് ഡേ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് 1 സ്പൂണ് ചേർത്തത്. മോര് കറി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് മോര് കറി താളിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകാണ് ഇടേണ്ടത്. എൻ്റെ അടുത്ത് വറ്റൽ മുളക് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇടാഞ്ഞത്. തൂമിച്ചൊഴിച്ചു. ചോറ് പതക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി കൊടുക്കുക. രണ്ട് സ്പൂൺ മുളക് പൊടിയും, മുളക് പൊടിക്ക് എരിവ് കുറവാട്ടോ, അതാ ജാസ്തി ഇടുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും
ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചൊഴിച്ച്, ഇത് ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ കറിക്ക് നല്ല കട്ടിയുണ്ടാവും. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും പിഴിഞ്ഞൊഴിക്കുക. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും ചേർക്കുക. മത്തിയാണ് കേട്ടോ കിട്ടിയത്. മീൻ കഴുകി വൃത്തിയാക്കി അതിലിട്ട് മീൻ കറിയും റെഡിയായി. വഴുതനങ്ങ ഫ്രൈയും പത്തിരിയും മോരുകറിയും ഒക്കെ റെഡിയായിട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.